ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നത്. അത് ആവശ്യകരമായ ഒരു സാഹചര്യമാണെന്നും എനിക്ക് തോന്നി. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലസ് ടു കഴിഞ്ഞുള്ള സ്റ്റുഡൻസും അവരുടെ പേരൻസും ഒക്കെ ആയിട്ട് നിരന്തരമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, കുട്ടികൾ പ്ലസ് ടു എക്സാമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണെന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ല എന്നതാണ്. അതായത് കുട്ടികൾ പ്രധാനമായിട്ടും ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, അവർ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത് അതാണ് ഞാൻ പഠിക്കേണ്ടത്, അല്ലെ അവൻ ഏത് കോളേജിലാണ് പോകുന്നത് അവിടെയാണ് ഞാൻ പോകേണ്ടത് എന്നൊരു തരത്തിലേക്ക് ഭൂരിഭാഗം കുട്ടികളും മാറിയിട്ടുണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരവസ്ഥയാണ്. കാരണം അതിൻ്റെ അതിൻ്റെ ആ ഒരു ഗൗരവത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഒരാളൊരു നഴ്സിംഗ് മേഖലയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ നഴ്സായിട്ടായിരിക്കാം ഒരുപക്ഷെ ജീവിതം അവസാനിച്ച് ജീവിച്ചു പോകേണ്ടത്. അതല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷൻ ടീച്ചിങ് ആണെങ്കിൽ ടീച്ചറായിട്ട്, അതിൻ്റെ ഒന്നും ഗൗരവമല്ല. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യണം, അതെൻ്റെ കൂട്ടുകാരൻ ജോയിൻ ചെയ്യുന്നതിലൂടെ ജോയിൻ ചെയ്താൽ മതിയാകും എന്നൊരു ധാരണയാണ് മിക്ക കുട്ടികൾക്കുമുള്ളത്. സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അപാകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. +1 ലെവൽ തന്നെ കുട്ടികൾക്കും കോഴ്സസിനെ കുറിച്ചിട്ടുള്ള ധാരാളമായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ പ്ലസ് ടു എക്സാം സമയത്താണ് മിക്കപ്പോഴും നീറ്റ് അല്ലെങ്കിൽ കീം, CUET, ഐസർ പോലുള്ള രജിസ്ട്രേഷൻസ് എല്ലാം നടക്കുന്നത്. ഈ സമയം കുട്ടികൾക്കത് ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയെ പരിചയപ്പെട്ടു. അവൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവൾക്ക് BARക്കാണ് താല്പര്യം. അതിന് നാറ്റ എഴുതണം. പക്ഷേ നാറ്റയുടെ രജിസ്ട്രേഷൻ ടൈം കഴിഞ്ഞുപോയി. അതോടുകൂടി അവൾക്ക് നഷ്ടമാകുന്നത് 1 വർഷമാണ്. നാറ്റ ക്വാളിഫൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിലാണെങ്കിലും BARക്കിനൊക്കെ പഠിക്കാൻ, മിക്ക കോളേജസിനും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ധാരാളം കൃത്യമായ സമയത്തെ രജിസ്ട്രേഷൻസ് അറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടും ധാരാളം കുട്ടികൾക്ക് സമയങ്ങളും അവസരങ്ങളും ഒക്കെ നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും +1 ലെവൽ തന്നെ, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇനി പഠിക്കേണ്ടതെന്നുള്ള ധാരണയില്ല എങ്കിൽ ഇപ്പോൾ ധാരാളം സാഹചര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ സൈക്കോമെട്രിക് ടൂൾസ് വെച്ചിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി തന്നെ ഇവർക്ക് +1 ലെവൽ തന്നെ മനസ്സിലാക്കാനുള്ള ധാരാളം സാധ്യതകളൊക്കെയുണ്ട്. അതുകൊണ്ട് അവരുടെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയാനുള്ള യാതൊരു കോഴ്സിനെക്കുറിച്ചും ധാരണയില്ലാത്ത കുട്ടികൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിരവധിയായിട്ടുള്ള മുന്നിലുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും സാധ്യതകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് +1 ലെവൽ തന്നെ ഞാൻ എന്ത് പഠിക്കണമെന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുകയും ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ഫോണിലാണെങ്കിൽ പോലും ChatGPT, മെറ്റായി പോലെയുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾക്കൊരു കോഴ്സിനെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ, ഇതെന്താണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്കതിലൂടെ അറിയാൻ കഴിയും. അതിനുള്ള നിരവധി സാഹചര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ +1 മുതൽ തന്നെ തയ്യാറെടുക്കുക. ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞു റിസൾട്ടും വന്നിട്ടൊരു കോഴ്സിനെ കുറിച്ച് തീരുമാനിക്കാം എന്നൊക്കെ കരുതുന്ന ധാരാളം കുട്ടികളെയും കാണുന്നുണ്ട്. അതേപോലെ മറ്റൊരു ദുഃഖകരമായ സാഹചര്യം, ഇപ്പോൾ കുട്ടികളെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ ആൺകുട്ടികൾക്കാണേലും പെൺകുട്ടികൾക്കാണേലും മിക്ക ആൾക്കാരും കൊടുക്കുന്ന ഒരു ഓഫർ, അവിടെ നമുക്ക് അടിച്ച് പൊളിക്കാം. എനിക്ക് അങ്ങനെ ഒരു വോയിസ് എനിക്ക് കിട്ടുകയുണ്ടായി. കാരണം ഒരു ക്യാമ്പസ് നമ്മൾ തിരഞ്ഞെടുത്ത് അഥവാ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ആധികാരികത, ആ ക്യാമ്പസ് എത്ര അക്കാദമിക തലത്തിൽ എത്ര മികച്ചതാണ്, അതിൻ്റെ മുൻകാല ചരിത്രം, നിലവിലുള്ളത്, അംഗീകാരങ്ങൾ എല്ലാം വളരെ ശ്രദ്ധം പഠിച്ച ഒരു കുട്ടിക്ക് അത് പറ്റുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ക്യാമ്പസ് ഒരു കുട്ടിക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത സമയത്ത് അതിന് എഗെയിൻസ്റ്റായിട്ട് വന്ന ഒരു വോയിസ് മെസ്സേജ് ആ ക്യാമ്പസ് മഹാമോശമാണെന്ന് വരുത്തി തീർക്കുക മാത്രമല്ല, ഏകദേശം 36 വർഷത്തെ ചരിത്രമുള്ള ബാംഗ്ലൂരിലെ തന്നെ
നാലാമത്തെ ഏറ്റവും പ്രീമിയം ക്യാമ്പസ് എന്ന് പറയുന്ന ആ ക്യാമ്പസ് മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനോടൊപ്പം ആ കുട്ടികളിലേക്ക് പറഞ്ഞിരിക്കുന്ന വോയിസിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് അവിടെ പ്രോഗ്രാംസ് ഒന്നും നടക്കുന്നില്ല, അവിടെ അവധിയില്ല, അവിടെ ഒരു രസവും ഇല്ല, അവിടെ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നത്. അന്നേരം മിക്ക കുട്ടികളും അതിനനുസരിച്ച് മാറപ്പെടുന്നു എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. നിങ്ങൾ ഇവിടെ ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഒരു ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ക്യാമ്പസിൻ്റെ പൂർവ്വചരിത്രം, നിലവിലുള്ള ഇപ്പോഴെങ്ങനെയാണ് അക്കാദമിക തലം, അതിൻ്റെ അന്തരീക്ഷം, അതേപോലെ ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ക്യാമ്പസുകളുമുണ്ട്. അതിനെ തിരിച്ചറിയുക. അത് വ്യക്തമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊരു ഷർട്ടോ മുണ്ടോ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം മണിക്കൂറുകളോളം ചിലവാക്കും. പക്ഷേ നമ്മളുടെ കുട്ടികളെ ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വിട്ടാൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും ആ ക്യാമ്പസിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക പോലും ചെയ്യത്തില്ല. നമ്മൾ ആ സമയത്തായിരിക്കും ചെന്ന് അഡ്മിഷന് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ക്യാമ്പസ് കാണുന്നത്. അപ്പോഴായിരിക്കും ചിലപ്പോൾ സത്യങ്ങൾ തിരിച്ചറിയുന്നത്. ഏത് ക്യാമ്പസിലാണെങ്കിലും എവിടെയാണെങ്കിലും കുട്ടികളെ പഠിക്കാനായിട്ട് നമ്മൾ വിടാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ ഒരിക്കലെങ്കിലും ചെന്ന് നിങ്ങളതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ആ കോളേജിൻ്റെ ചരിത്രം തന്നെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഏറെയും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ചില കുട്ടികളുടെ പോക്ക് കാണുമ്പോൾ ശരിക്ക് വിഷമം തന്നെ തോന്നുന്നുണ്ട്. വളരെ സജീവമായിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതിനകത്ത് ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ രാത്രിയിലും എനിക്കിതൊക്കെ ഇങ്ങനെ പറയണം എന്ന് തോന്നി. വല്ലാത്ത ഒരു വിഷമം തോന്നുന്നു പലപ്പോഴും. അപ്പോൾ